അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമുക്ക് അള്ളാഹുവിൻ്റെ അസ്മാവുകളുടെ ഒരു ആമുഖം എന്നുള്ള രീതിയിൽ ഒരിടെ നമ്മൾ തുടക്കം കുറിച്ചിരുന്നു. ആ വോയിസുകൾ എല്ലാവരും കേട്ടിരിക്കും എന്ന വിശ്വാസത്തോடு കൂടിയിട്ട് നമ്മളുടെ സെക്കൻഡ് ഡേയിലേക്ക് അൽഹംദുലില്ലാഹ് പ്രവേശിക്കുകയാണ്. നമുക്കേവർക്കും അറിയാം അള്ളാഹുവിൻ്റെ അസ്മാഹുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടും അവ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചിട്ടും. നമ്മൾ ഓരോരുത്തരും ദിനേന അള്ളാഹുവിൻ്റെ അസ്മാഹുകൾ ചൊല്ലുന്നവരായിരിക്കാം. എന്നിരുന്നാലും ഓരോ ഇസ്മുകളുടെയും അബജദിയത്ത് കണക്ക് പ്രകാരം നാം അത് നമ്മുടെ ലൈഫിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന അപാരമായ അനുഗ്രഹങ്ങളെ മാറ്റത്തെക്കുറിച്ചിട്ട് ചെറിയ രീതിയിൽ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബോധിപ്പിക്കേണ്ടതല്ലേ. അൽഹംദുലില്ലാഹ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തരും സാധാരണ മനുഷ്യരാണ്. നമുക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മളുടെ കൂടെ തന്നെ നമ്മളിലേക്കുണ്ടാവും എന്നുള്ളതാണല്ലേ. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെയുള്ള ഒരു ജീവിതം നമ്മൾക്ക് ആർക്കും തന്നെ ലഭിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഈ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും നമുക്ക് അനുകൂലമാക്കി മാറ്റി ജീവിതത്തെ സന്തോഷത്തോടു കൂടി മുമ്പിലോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ കരുത്ത് എന്നുള്ളത്. അങ്ങനെ നമ്മളുടെ പ്രയാസവും പ്രതിസന്ധികളും നമ്മളുടെ കൂടെ തന്നെ സഞ്ചരിക്കുമ്പോഴും ആ സാഹചര്യങ്ങളെ നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളുടെ അകത്തെ കൂടുതൽ ബലപ്പെടുത്താനുള്ള, നമ്മുടെ അകത്തെ സ്ട്രോങ് ആക്കാനുള്ള, നമ്മളുടെ ചിന്തകളെ റബ്ബിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള ഒരു ഒറ്റ മൂലിയാണ് ഈ അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നുള്ളത്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ 99 നാമമാണ് അസ്മാഉൽ ഹുസ്ന എന്നുള്ള നാമത്തിൽ അറിയപ്പെടുന്നുള്ളതെങ്കിൽ പോലും അള്ളാഹുവിന് അതിലും അപ്പുറത്ത് ഒരുപാട് നാമങ്ങളുണ്ട് എന്നുള്ളതല്ലേ. നമുക്ക് അറിയാത്തതിനെ നമ്മൾ തിരഞ്ഞു പോകുന്നതിനും അപ്പുറം അറിഞ്ഞുകൊണ്ട് നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ നിധികളുടെ മൂല്യത്തെ, ആ നിധികളുടെ പ്രാധാന്യത്തെ, ആ നിധികളുടെ വാല്യുവിനെ മനസ്സിലാക്കിക്കൊണ്ട് അത് നമ്മളുടെ ലൈഫിലേക്ക് നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയാലോ. നമുക്ക് നമ്മളുടെ കൂടെ നാം കുഞ്ഞായിരിക്കുമ്പോൾ, നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ പാരൻസോ അതല്ലെങ്കിൽ മുതിർന്ന ആരെങ്കിലുമോ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന സമയത്ത് എതിരെ ഒരു പട്ടി വരികയാണെങ്കിൽ പോലും നമുക്ക് പേടിക്കാനില്ല അല്ലേ. ആ പട്ടിയെ എൻ്റെ കൂടെയുള്ള പാരൻസ് ഓടിപ്പിക്കും എന്നുള്ള ഒരു കോൺഫിഡൻറ്റോട് കൂടി നാം നമ്മുടെ യാത്ര തുടരും എന്നുള്ളതാണ്. ഇനി നമ്മൾ അല്പം വളർന്നു വലുതായാലോ, നമുക്ക് നമ്മളുടെ കൂടെ നമുക്കൊരു ഗൈഡൻസിനുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് പേടിക്കാനില്ല. നാം അവരെ ആശ്രയിച്ചാണ് എന്നുള്ളത് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു വിശ്വാസിയായ നമ്മൾ എവിടെയാണ് തളരേണ്ടത്? ഒരു വിശ്വാസിയായ നമ്മൾ എവിടെയാണ് തകരേണ്ടത്? നമ്മുടെ മുന്നിലേക്ക് വരുന്നുള്ളത് ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഏത് പ്രതിസന്ധികളായിക്കോട്ടെ, ഇതിലെല്ലാം മേലേക്ക് നമുക്ക് നമ്മുടെ ഇലാഹുണ്ട് എന്നുള്ള ഒരു ബോധം നമ്മുടെ അകത്തളത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയത് കൊണ്ടല്ലേ നമുക്ക് നമ്മുടെ സിറ്റുവേഷൻസിനെ നമ്മൾ പേടിപ്പെടുന്നത്. നമ്മുടെ മുന്നിലേക്ക് വരുന്ന ചിലപ്പോൾ കൊറോണ രൂപത്തിലോ അതല്ലെങ്കിൽ യുദ്ധരൂപത്തിലോ അതല്ലെങ്കിൽ പ്രളയ രൂപത്തിലോ അതുമല്ലെങ്കിൽ ഭരണാധികാരികളുടെ പുതിയ നിയമരൂപത്തിലോ അങ്ങനെ നമുക്ക് പ്രതിസന്ധികൾ എന്ന് തോന്നപ്പെടുന്ന ഏത് വിധേയനെ എങ്കിലും നമ്മുടെ മുന്നിലേക്ക് പ്രതിസന്ധികൾ വരുന്ന സമയത്ത് നാം സങ്കടപ്പെടുകയും ആശങ്കപ്പെടുകയും ചെയ്യുന്നതിനുള്ള ഒരു സഹായകമായിട്ട് നമുക്ക് നമ്മുടെ റബ്ബിൻ്റെ ഈ അസ്മാഹുകളെ നമുക്ക് മുറുകെ പിടിക്കാൻ പറ്റിയാലോ.
നമ്മുടെ കൂടെ പ്രഗത്ഭരായ ഒരു വ്യക്തി നമ്മളെ ആശ്രയിക്കാനുണ്ട് എന്നുണ്ടാവുമ്പോൾ നാം സമാധാനിക്കുന്നുണ്ടെങ്കിൽ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതിസന്ധിയാണെങ്കിലും ഏത് പ്രയാസമാണെങ്കിലും എനിക്ക് എൻ്റെ റബ്ബുണ്ട് കൂടെ എന്നുള്ള ഒരു വിശ്വാസത്തോടെ, എൻ്റെ റബ്ബുണ്ട് എനിക്ക് സമാധാനത്തിന് എന്നുള്ള ഒരു ആശ്വാസത്തോടെ കൂടെ എനിക്കും നിങ്ങൾക്കും സഞ്ചരിക്കാൻ പറ്റിയാലോ? അങ്ങനെ നമ്മളുടെ പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും നമുക്ക് മുറുകെ പിടിക്കാനുള്ള ഒരു ഒറ്റ മൂലിയാണ് അസ്മാഉൽ ഹുസ്ന. നമുക്ക് അറിയാൻ വേണ്ടി പറ്റും, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി പല പല ആഗ്രഹങ്ങളുടെയും അഭിലാഷങ്ങളുടെയും പിന്നാലെയാണ് എന്നുള്ളത്. നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ദാഹിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ടല്ലേ? വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണവും ദാഹിക്കുമ്പോൾ നമ്മൾ വെള്ളവും കുടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവിനുള്ള വിശപ്പിനോ ആത്മാവിനുള്ള ദാഹത്തിനോ നമ്മൾ എന്താണ് നൽകുന്നുള്ളത്? എന്നാൽ അള്ളാഹുവിൻ്റെ അസ്മാഹുകൾ നാം നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ ആത്മാവിനുള്ള ഭക്ഷണവും വെള്ളവുമായി അത് മാറുന്നു എന്നുള്ളതാണ്. നമുക്ക് മുകളിൽ ആശ്വാസം വർഷിക്കുന്ന ഒരു സമാഹ് എന്ന് വെച്ചാൽ, ആകാശം നമ്മുടെ മുകളിൽ നമുക്ക് ഒരു പരവതാനി വിരിച്ചതുപോലെ കിടക്കുന്നത് പോലെ നമുക്ക് ഒരു അസ്മാൾ, ആ ഒരു പരവതാനിയാണ് നമ്മുടെ മുകളിൽ പിരിച്ചിരിക്കുന്നത്. ഇനി മാ എന്ന് പറയുമ്പോൾ വെള്ളം എന്നാണ് അല്ലേ? അറബിയിൽ മാൻ്റെ അർത്ഥം വെള്ളം എന്നാണ് വരുന്നുള്ളത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ദാഹമകറ്റാനുള്ള, നമ്മളുടെ ആത്മാവിൻ്റെ ദാഹമകറ്റാനുള്ള ഒരു വെള്ളമാണ് നമ്മളുടെ അസ്മാ. അപ്പോൾ ഇവിടെ അസ്മാ എന്നുള്ള മാ ഈ രണ്ട് വാക്കുകളുടെയും അർത്ഥങ്ങൾ നമുക്ക് തണലും നമുക്ക് ശമനവുമാണ് എന്നുള്ളത്. ഇങ്ങനെ തണലും ശമനവുമായ അസ്മായിലൂടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യാനും ആ നാമങ്ങളെ നമുക്ക് മുറുകെ പിടിക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ ഓരോരുത്തരെയും അള്ളാഹുവിൻ്റെ ഇസ്മുകളെ മുറുകെ പിടിച്ച് നടക്കാനുള്ള, അതിനെ ആശ്രയിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കും നിങ്ങൾക്കും ലഭിക്കട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുകയാണ്. ഓരോ ഇസ്മുകളും സൃഷ്ടികൾക്ക് അഭയമാണ്, രക്ഷയാണ്, പരിഹാരമാണ്. ഈ നാമങ്ങൾ നമ്മളെ തീർച്ചയായിട്ടും നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളെയും അവിടെ നിന്നും യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു സഹായിയായിട്ടും നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അള്ളാഹു അതിനെ തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. നമുക്ക് വരും ദിവസങ്ങളിൽ ഓരോ ഇസ്മുകളെക്കുറിച്ചിട്ടും ഓരോ ഇസ്മുകളും നമ്മളുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവുന്ന മാറ്റത്തിലേക്ക് എത്തിപ്പിക്കുന്ന റൂട്ടിനെ കുറിച്ചിട്ടും നമുക്ക് ചെറിയ രീതിയിൽ ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ ക്ലാസ് ഓരോരുത്തരും കേൾക്കുക. കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ ഇതിൽ നിന്ന് ലഭിച്ചിരിക്കുന്നുള്ളത് അത് നിങ്ങൾ യൂട്യൂബിലാണെങ്കിൽ അവിടെ ഫീഡ്ബാക്കായി അറിയിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവരാണെങ്കിൽ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ അവിടെയും നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. തീർച്ചയായിട്ടും അള്ളാഹു ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലാക്കി മാറ്റട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.